ഈ തെങ്ങിൻ്റെ വളപ്രയോഗമൊക്കെ കഴിഞ്ഞു. അമ്മ അവിടെ ചെറുതായിട്ട് ക്ലീനിങ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചക്ക പറിക്കാൻ പോവാണ്. ചക്ക നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, അതിൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഫോണിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. പാമ്പാട് അല്ലേ അമ്മ? ഓക്കെ, പയറൊക്കെ കണ്ട വലുതായിട്ടുണ്ട്. ഈ സംഭവം വരുന്നതിനാണ് അവർ പാമ്പാട് എന്ന് പറയുന്നത്. ഓക്കെ, ചീര പറിക്കാനുണ്ട്. ഓക്കെ, ഇതാ ചക്ക പറിക്കാൻ പോകുന്നു. ഇവിടെ തൊട്ടടുത്താ, എന്നാലൊരു കോണി വെച്ചു എന്നേ ഉള്ളൂ. പൗത്തുക്കണോ? ആ, സിമ്പിളായിട്ട് പോകുന്നല്ലോ. അച്ഛനെ വിട്ടു. ചക്ക കിട്ടിയപ്പോളേ കോണിയൊക്കെ വിട്ടിട്ട് ആള് ഓടി. ഓക്കെ, ചക്ക പറിച്ചു. ഇനി എന്താ ചീരയോ? ചീര പറിക്കാനുണ്ട്. അവിടുത്തെ 2 തക്കാളി പഴുത്തിട്ടുണ്ട്, പോണ വഴിക്ക് പറിക്കണം. അത് കറിക്കൊന്നും ഉപയോഗിക്കണ്ട, നമുക്ക് വെറുതെ തിന്നാം. അതെ, പാവങ്ങളുടെ ആപ്പിൾ 2 പറിച്ചാൽ മതിയേ. 3 ഓക്കെ ആയിരുന്നു. 3 പറിച്ചോളൂ. ഈ അതും പിന്നെ അങ്ങ് എൻഡിലുണ്ട്. അവിടെ നിന്ന് 2ാമത്തെ. അതന്നെ. ഓക്കെ, നോക്കട്ടെ, കാണിക്കൂ. ഓക്കെ, ചീര പറിച്ചു. ചക്ക പറിച്ചു. തക്കാളി പറിക്കാനുണ്ട്. ഈ പേരക്ക ആയോ? ഇല്ല, പഴുത്തിട്ടില്ല. അത് പക്ഷെ അത് ഭയങ്കര വലുതാവുന്ന പേരക്ക. അതവിടെ ഇരുന്നോട്ടെ. ഓക്കെ, പഴുത്തോ? വേണ്ട, അതായിട്ടില്ല. ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. എന്തായിരുന്നു ഇതിന്റെ പേര്? ലോങ്കന് തളിര് വന്നു കേട്ടോ. കുട്ടപ്പനായി. ഒരു ഉറുമ്പൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അവിടെ കുഴപ്പമില്ല. മാങ്ങ ഇഞ്ചി കുഴിച്ചിട്ടതിൽ മറ്റേത് വീണ് കിടക്കുന്ന കണ്ടോ? അകത്തിപ്പൂവിൻ്റെ പൂവ്. ഇനി തക്കാളി പറിക്കാനുണ്ട്. കൂണി അവിടെ വയ്ക്കാം. നല്ല മണം കേട്ടോ ചക്കയുടെ. പാവം ചക്കയാ, പെട്ടെന്ന് പറഞ്ഞു പോന്നു. ഇനി പഴുക്കാനുള്ളത് ആരാ? ഇതിപ്പോ ഒരു 3-4 പറിച്ചിട്ടോ. ഇനി പഴുക്കാനുള്ളത് അതാവും. അതാണ് ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലുത്. പിന്നെ അത് വലിയ ജിമിട്ട് ചക്കയൊന്നും ആവില്ല കേട്ടോ. വലിയ ബ്രഹ്മാണ്ട ചക്കയൊന്നും ആവില്ല. 3 കിലോ 4 കിലോ നമുക്ക് ഒരു നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ദിവസം മൊത്തം ഇരുന്ന് കഴിക്കാനുള്ള ചക്ക കിട്ടും. ഓക്കെ, അമ്മ വീണ്ടും പരിപാടിക്ക് ഇറങ്ങിയ ഒരു തക്കാളി പറിക്കാനുള്ളതാ. തക്കാളി പറിക്കാം. കഴിഞ്ഞു കേട്ടോ ഗൈസ്. നമ്മുടെ ഇതൊന്നും നനച്ചും കൂടി കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ്റെ വളപ്രയോഗം ഈ വർഷത്തേക്കുള്ളത് കഴിഞ്ഞു. 2026 ഇനി തൊടില്ല. ഓക്കെ, കൊല പറിക്കും, തേങ്ങ പറിക്കും. ഓക്കെ, എന്നാ ഇനിയിപ്പോൾ തക്കാളി പറിച്ചോളൂ. അത് ഓനെ ഓടിച്ചതാ. ഓക്കെ മമ്മി, ഒരു അമ്പഴങ്ങ ഏതാമ്മ, അതെടുത്തോളൂ. ചക്ക എടുക്കണ്ടേ? പിന്നെ എടുക്കുക. ഓക്കെ, എന്നാൽ തക്കാളി പറിച്ചോളൂ. ആരാ തക്കാളി പറിക്കുന്ന ആള്? എത്ര എണ്ണം പറിക്കാനുണ്ട്? 1 2 3 4 5 6 6 എണ്ണം പറിക്കാനുണ്ട്. 6
ആണോ? എന്നാൽ ഉള്ളിൽ 2 ഉള്ളൂ, ബാക്കി 2 നാളെ പറിക്കാം. അതാ 2. പറക്കേണ്ട ആവശ്യമൊന്നും വേണ്ട. രാസവളമൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വെറും തണുത്ത വെള്ളം. ഓക്കെ, ഇതപ്പോഴേക്കും കണ്ട ഗൈസ്, തക്കാളിയും പറിച്ചു. 3. ഓക്കെ, ഇതെന്നാ കഴുകിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാം. വിഷവും ഒരു സാധനം, ഒരു ഇംഗ്ലീഷ് കെമിക്കലും അടിക്കാത്ത സാധനം. മൂക്കിലൊരു 8 കാലി. ഓക്കെ, ചക്കയുണ്ട് ഇവിടെ. ഇപ്പം എടുക്കണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ എടുക്കും. അതാണ് ഉർമീസ്. പറിച്ചോ? ഇതിന്റെ പേരെന്തായിരുന്നു? മുത്തള്. അത് ഒരു സാധനമാണ്. ഓക്കെ, കട്ട് ചെയ്തോളൂ. ഫുള്ളൊന്നും വേണ്ട. നമുക്ക് വേണോ? വാവ്, തടിയിലൊക്കെ ആയി. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞാൽ കറക്റ്റ് തക്കാളിന്റെ ടേസ്റ്റ്. അതെ. അത് ശരിയാ, ഉണ്ടാക്കിയത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം. ചക്ക വരൂ. ആണോ? ചക്ക വേണോ നമുക്ക്? ഓക്കെ. ഹൈ ഹൈ. ഓക്കെ, ഒളിഞ്ഞിരുന്ന് എന്താ ചക്ക തിന്നാ, തക്കാളി വേണ്ട. കഴിച്ചോ. ഓക്കെ, അമ്മേന്റെ കയ്യിൽ ടാറ്റു ഒക്കെ ഉണ്ട് ഗൈസ്. ആരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂവാണേ. മോഡേൺ മമ്മിയാ. അച്ഛൻ്റെ ടാറ്റു ഉണ്ടോ? ടാറ്റു കാണൂല. റേസിസം. ഏയ് ഞാനോ? ഞാൻ പാവം. ഓക്കെ, എന്തായാലും ബൈ ബൈ പറഞ്ഞോളൂ. ഓക്കെ, ബൈ.